കനത്ത മഴയ്ക്ക് പിന്നാലെ പാലക്കാട് തച്ചൻപാറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കർഷക കൂട്ടായ്മയും സമീപത്തുള്ള കുടുംബങ്ങളും. 30 അടിയിലധികം ഉയരമുള്ള സംരക്ഷണ ഭിത്തി തകർന്നു വീണതോടെ കർഷക കൂട്ടായ്മയുടെ കടയ്ക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മൺതിട്ടയ്ക്ക് മുകളിലുള്ള കുടുംബങ്ങളും അപകട ഭീഷണിയിലാണ്. സ്ലാബിന്റെ പകുതി ഭാഗം തടർന്നുകൊണ്ട് ബിൽഡിംഗിലേക്ക് താങ്ങി നിൽക്കുന്നതും വെള്ളം അകത്ത് കയറി ജൈവവളങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് വലിയൊരു നഷ്ടത്തിലേക്ക് കലാശിച്ചിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ നഷ്ടമായിട്ട് വന്നിട്ടുണ്ട്. തൃശൂർ മാള പുത്തൻചിറയിൽ പയ്യപ്പള്ളി സ്റ്റീഫന്റെ വീട്ടിൽ മീറ്റർ ബോർഡും വൈദ്യുത ഉപകരണങ്ങളും ഇടിമിന്നലിൽ പൂർണ്ണമായും നശിച്ചു. മാള പള്ളിപ്പുറം സിറാജിന്റെ വീട് തെങ്ങുവീണ് ഭാഗികമായി തകർന്നു. കണ്ണൂരിന്റെ മലയോര മേഖലയിൽ വൈകിട്ടോടെ ശക്തമായ മഴയാണ് ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് ചെറുപുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പ്രദേശത്തെ 2 വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പ്രൊപ്പോയിലിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. തിരുവനന്തപുരം ജില്ലയിൽ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ടായി. തിരുവനന്തപുരം തെങ്കാശി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇളവട്ടത്ത് റോഡിലും വെള്ളം കയറി. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.